ഈ അനുമോള് ശരിക്കും ഈ ഒരു പൊട്ടത്തരം കാണിക്കുന്നതാണോ അതോ പുള്ളിക്കാരിക്ക് അറിയാതെ ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇത്രയും കഴിഞ്ഞ വീക്കിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരാളെ ഈ അനുമോള് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്കിടയിൽ അനുമോക്ക് നെഗറ്റീവ് ഉണ്ടാക്കുമെന്ന് പുള്ളിക്കാരിക്ക് നല്ല പോലെ അറിയാലോ. എന്നിട്ടും എന്തിനാണ് ഈ ആദിലെ സപ്പോർട്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുള്ള് അവിടെ നടന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, കാരണം അവിടെ ഉള്ള ആൾക്കാരും കണ്ടിട്ടുള്ളതാണ്, അവിടെയുള്ള കണ്ടസ്റ്റൻസും കണ്ടിട്ടുണ്ട്, നമ്മളും കണ്ടിട്ടുണ്ട്. അനീഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അനീഷിനെ ഉപദ്രവിക്കുന്നു, അതുപോലെ കിച്ചണിലെ ജോലി ചെയ്യാതെ അവിടെ പോയി കിടക്കുന്നു, വെള്ളം എടുത്തൊഴിക്കുന്നു, ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നു, അങ്ങനെ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയ ആദിലെ അവിടെ പുറത്ത് നെഗറ്റീവ് ആണെന്ന് നല്ലപോലെ അനുമോക്ക് അറിയാം. അനുമോളൊരു ഗെയിമർ ആണെങ്കിൽ അനുമോക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും ഇതൊക്കെ വെച്ചിട്ട് ഈ ആദിലെ എന്തുകൊണ്ട് ഈ അനുമോള് സപ്പോർട്ട് ചെയ്തെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം അനുമോളെ ഗ്രാഫ് ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡ് കൊണ്ടിട്ട് അനുമോളെ ഗ്രാഫ് കുറച്ചുകൂടെ താഴോട്ട് പോയി. കാരണം ഈ ആദിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കാരണം ഇവരൊക്കെ ചേർന്നിട്ടാണല്ലോ ഈ ആദിലെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിട്ടത്. അതിനുശേഷം ഈ ഇമ്മ്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് ആദിലെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ആദിലെ തന്നെ ഇവർ സപ്പോർട്ട് ചെയ്ത് ഈ കാരണം ഇമ്മ്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിക്കുന്നതാണ്, ഇതേ ആദിലെ തന്നെയാണല്ലേ, നിങ്ങൾ തന്നെയല്ലേ ജയിലിലേക്ക് വിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു? അപ്പോൾ ഇതിനകത്തൊരു ഗ്രൂപ്പിസം ഉണ്ട് എന്ന് ഞങ്ങൾക്കും തോന്നുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ അനീഷ് എണിച്ചെന്ന് പറഞ്ഞാണ്. ഇത്രയും നെഗറ്റീവായ ഒരാളെ ഈ അനുമോള് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? എന്തുകൊണ്ട് മണ്ടത്തരം കാണിച്ചു? കാരണം അനുമോളെ ഗ്രാഫ് ഇപ്പോൾ താഴോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്, സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ടിട്ട് അല്ലേ. മണ്ടത്തരമാണ് കാണിച്ചത്. മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാമണ്ടത്തരമാണ് കാണിച്ചു ഈ ആദിലയ്ക്ക് വേണ്ടിയിട്ട്. ഉള്ള കാര്യം ഞാൻ പറയുവാണ്, ആദിലെ കൂട്ടുപിടിച്ച് അനുമോളിനെ അങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ അനുമോള് നെഗറ്റീവ് ആവും, അതിൽ ഒരു സംശയമില്ല. കാരണം ആദില നെഗറ്റീവിൻ്റെ അങ്ങ് എക്സ്ട്രീം ലെവൽ വെർഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം ഇന്ന് തന്നെ ലാലേട്ടൻ ആദിലെ പൊരിക്കുന്നുണ്ട്. ആദിലെ ജനങ്ങളെ അഭിപ്രായം, ജനങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമാണ് ആദില അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് നൂറ എടുത്ത് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നൂറ ഇവിടെ പെട്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് ലാലേട്ടൻ പല ചോദ്യങ്ങളും ചോദിക്കും, പക്ഷെ അത് മനസ്സിലാക്കി അതിന് റിപ്ലൈ കൊടുക്കുക. കാരണം ഇത് ബിഗ് ബോസ് ആണ്, ബിഗ് ബോസ് പല ചോദ്യങ്ങളും ഇട്ട് കൊടുക്കും, അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഓരോ കോണ്ടസ്റ്റൻസിൻ്റെയും. കാരണം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പോയി, വീണ് കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന് അതൊരു കോണ്ടന്റായി, വെളിയിൽ അത് ഭയങ്കര ചർച്ചയാവും, നല്ലൊരു കോണ്ടന്റായി അവർക്കത് കിട്ടും. അപ്പം നൂറയെടുത്ത് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആദിൽ ഇങ്ങനെ ആണോ? അപ്പം നൂറ പറയുന്നുണ്ട്, ഇങ്ങനെ ആണ് ലാലേട്ടാ, ഞാൻ പെട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ അത് ഏത് അർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. ഇനി സീരിയസ് ആയിട്ട് പറഞ്ഞാണോ, ഇനി ആ ഒരു ഇതിൽ തമാശയ്ക്ക് പറഞ്ഞാണോ, എന്നിരുന്നാൽ തന്നെ എന്താണെങ്കിലും അത് കൊള്ളൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. ആദിലയുടെ ഫേസ് അവിടെ കാണിക്കുന്നുണ്ട്, ആദില ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പം ഈ ഒരാഴ്ച ഫുള്ള് ഇവർ തമ്മിലുള്ള ഒരു ഐഡിയ ആയിരിക്കും. മിക്കവാറും ഇവർ, എനിക്ക് തോന്നുന്നു, SBM കപ്പിളായിട്ട് അകത്തോട്ട് പോയിട്ട് മിക്കവാറും രണ്ടുപേരും മറ്റേ സിംഗിൾ ഡയറി മിൽക്കായിട്ട് ഇറങ്ങി വരാനുള്ള എല്ലാ പരിപാടിയും കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവർ രണ്ട് വഴിക്കായിട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനുള്ള ഒരു മരുന്നാണ് ഇന്നലെ ലാലേട്ടനും ബിഗ് ബോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ വീഴുകയും ചെയ്തു. നൂറ പറയുന്ന ആ ഒരു പോയിന്റ് മറ്റേ ഈ ആദില അത് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആഴ്ച ഫുള്ള് ഒന്ന് ആദിലയും നൂറയും തമ്മിലുള്ള വഴക്ക് കാണാം, പിന്നെ ജിസേലിൻ്റെയും ആരിൻ്റെയും കോമ്പ് പിടിച്ചുള്ളൊരു വഴക്കും കാണാം. അക്ബറും അതുപോലെ ഒനിയൻ സാബുമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ബിന്നിയായിട്ടൊക്കെ ഒരു വഴക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര പേര് ഇന്നലെ ശ്രദ്ധിച്ച് കാണും എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ജിസേലിന് മലയാളം അറിയത്തില്ല. അതുപോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വെതറി ലാലേട്ടൻ അങ്ങോട്ട് സോപ്പിട്ട് പതപ്പിച്ച് നിർത്തുന്ന ഒരു ജിസേലിനെയാണ് നമ്മൾ ഈ ഇന്നലത്തെ എപ്പിസോഡിന് മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആണോ അല്ലയോ? പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ജിസേലിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിൻ്റെയും ജിസേലിൻ്റെയും വിഷയം ഉണ്ടല്ലോ, ആ ഒരു വിഷയം ഇവർ ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ, ലവ് കോമ്പ് പിടിക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബെന്നിയും അതുപോലെ അഭിലാഷും അതുപോലെ മറ്റേ ഒനിയൻ സാബും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യം വിഷ്വലായിട്ട് കാണിച്ചല്ലോ. അപ്പോൾ അതിനുശേഷം ഇവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട്
ജിസേലിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ആര്യൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പം ജിസേൽ എന്നെ ചെയ്യുന്നിട്ട് ഇടേ തത്ത പറയുന്ന പോലെ ആടെ മലയാളം പറഞ്ഞത് അവിടെ. അപ്പോൾ ഈ ജിസേലിന് ഒരു കുഴപ്പമില്ലായിരുന്നു. നേരത്തേക്ക് ലാലേട്ടൻ വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ലാലേട്ട അത് എനിക്ക് അറിയത്തില്ല, അല്ലെ ലാലേട്ട ഞാൻ അത് ചെയ്തിട്ടില്ല, അത് ഇങ്ങനെ തപ്പിപ്പറക്കുന്ന ഒരു ജിസേലിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നലെ. അപ്പം ജിസേലിൻ്റെയും മുഖംമൂടി ഇന്നലെ അഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നലെ ബിഗ് ബോസ് എല്ലാ അവിടെ ഒട്ടുമിക്ക ആൾക്കാരെയും ഗ്രൂപ്പിസവും അതുപോലെ ഇരട്ടത്താപ്പും ഫേസ് മാസ്കും എല്ലാം പൊളിച്ച് അടിക്ക് കൈ കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ജിസേലിൻ്റെയും മാസ്ക് ഇന്നലെ അഴിഞ്ഞു. കാരണം ജിസേൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡെല്ലാം ക്യൂട്ട്നെസ് വാരി വെതറി അങ്ങോട്ട് എന്തോ ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ ജിസേലിനെയാണോ ഇന്നലെ നമ്മൾ കണ്ടത്? ഒരു തെറ്റുമില്ലാതെ നല്ല രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് അല്ലേ? അപ്പം ഇതെല്ലാം ഒരു പ്രേക്ഷകരെ ഒരു ദയ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവരെല്ലാം ഫേക്കാണ് കേട്ടോ. ജിസേലും ഫേക്കാണ്. ആര്യൻ്റെ ഗെയിം ഇപ്പം ഏകദേശം നല്ലോണം വരുന്നുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് സ്മാർട്ടായിട്ട്, സത്യം പറഞ്ഞാൽ ജിസേലിലേക്ക് ഒതുങ്ങി പോവാതിരുന്നായിരുന്നെങ്കിൽ ആര്യൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയേനെ കേട്ടോ. കാരണം ഈ ഒരു ജിസേലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നെഗറ്റീവിലോട്ട് പുള്ളിക്കാരൻ ചെന്ന് വീണിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചൊന്ന് പോസിറ്റീവായി വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ്. കോണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ഒരു മുതലാണ് കേട്ടോ ഈ ആര്യൻ. പിന്നെ സാബുമോൻ്റെ കാര്യം ഇപ്പം ഞാൻ കുറേ കമൻറ്റ് കണ്ടായിരുന്നു. ജിഷൻ ആണല്ലോ എവിക്റ്റായി പോകുന്നത്. അപ്പം എന്തുകൊണ്ടും ജിഷനാണ് പോകാൻ നല്ലത്, അനുമോളെടുത്ത് കാണിച്ചത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ജിഷൻ പോയത് ഒരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല, അൺഫെയർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്ന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുമോളെ ഇഷ്ടമാണ്, അതുപോലെ ഈ അനീഷിന് ഇഷ്ടമാണ്, ഷാനവാസിന് ഇഷ്ടമാണ്, ജിഷൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം അവിടെ പോകുന്ന എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെ കഴിഞ്ഞ ടാസ്കിനകത്ത് ജിഷനും അനുമോളും തമ്മിലുള്ളൊരു കുറച്ച് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. കാരണം രണ്ടുപേരും ക്വാളിറ്റി ഓഫീസർമാരായിരുന്നല്ലോ, ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാരാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇത് ജനങ്ങൾ അത് വേറെ രീതിയിൽ കൊണ്ട് എത്തിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെടുത്ത് ജിഷൻ ദേഷ്യപ്പെട്ടു, ചൂടായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജിഷന് വോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ധാരണയിൽ ജിഷന് വോട്ട് കൊടുക്കാതിരുന്നു. നേരെ മറിച്ച് ഒരു വേസ്റ്റ് ആയിട്ടുള്ള വേറെ കോണ്ടസ്റ്റൻസിന് അവിടെ വോട്ട് കൊടുത്തു. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇവിടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കാൻ വരുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനും കാര്യങ്ങളും അഭിപ്രായങ്ങളും സംസാരിക്കാനും എടുക്കാനും, അത് മറ്റൊരാളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറിനോട് സംസാരിക്കണം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കണം, അത് മോശമാണ് എന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവിടാണ് നമ്മളെ ചിന്താഗതിയിൽ തെറ്റുപറ്റുന്നത്. കാരണം വോട്ടിങ് ചെയ്യുന്നതിൽ തെറ്റുപറ്റുന്നത്. ഇപ്പം ജിഷൻ ഞാൻ നോക്കിയിട്ട് നല്ല സംസാരിക്കാനും എടുക്കാനൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു, എല്ലാത്തിലും കുറച്ച് ആക്റ്റീവായിരുന്നു. അനുമോളെടുത്ത് ദേഷ്യപ്പെട്ടു എന്നൊരു കാര്യത്തിൽ മാത്രമാണ് ഈ അനുമോൾ ഫാൻസുകാർ ജിഷന് വോട്ട് ചെയ്യാതെ വേറെ ആൾക്കാർക്ക് വോട്ട് ചെയ്തത്. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കാരണം അനുമോക്ക് കിട്ടേണ്ട സപ്പോർട്ട് അനുമോക്ക് കിട്ടും, ജിഷന് കിട്ടേണ്ട സപ്പോർട്ട് ജിഷന് കിട്ടും. പക്ഷേ ഈ ഒരു കാരണം വെച്ചിട്ട് നല്ലൊരു പ്ലെയറിനെ വോട്ട് കൊടുത്ത് അവിടെ നിലനിർത്താനാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ളൊരു പ്രശ്നം കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് ഒരാളോട് ഇപ്പം അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, അനുമോളെടുത്ത് ആരും ഒന്നിനും സംസാരിക്കാൻ പോലും എടുക്കാനും പോകുന്ന ഒരു ധാരണ കാണും. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടുത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരിക്കും ടോപ്പ് 5 നിൽക്കുന്നത്. അവിടെ ടോപ്പ് 5 അർഹതപ്പെടാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ആൾക്കാരായിരിക്കും അവിടെ പോയി നിൽക്കുന്നത്. അർഹതപ്പെടാനുള്ള ആൾക്കാരെ പുറത്തു പോവുകയും ചെയ്യും. കാരണം നമുക്ക് വേണ്ടുന്നത് അർഹതപ്പെടുന്ന ആൾക്കാരെയും കൂടെ നമ്മളവിടെ നിർത്തണം. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്നതല്ലാണ് ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അർഹിക്കുന്ന ആൾക്കാർ, ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കയറി വരണം. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം